പാത്രം നല്ല ടൈറ്റായിരുന്നു, നമുക്ക് ഇളക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പാത്രം മാറ്റി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഇളക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഉലുവപ്പൊടിയും കടുകും മുളകും കറിവേപ്പിലയും പോട്ടെ, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വലിയ ഗ്ലാസ്സിൽ എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിപ്പോൾ മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിക്കാം. ഈ അച്ചാറിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ ഉണ്ടാവണം. ഇനി ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എണ്ണയിലാണിത് മിക്സ് ചെയ്യേണ്ടത്. കുറച്ച് നാൾ ഇരിക്കണം, എന്നിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു മാസമെങ്കിലും ഇരുന്നിട്ടേ നമ്മളിത് പൊട്ടിച്ച് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള രുചി നമുക്ക് കിട്ടുള്ളൂ.